ലോകമുറ്റുനോക്കുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കാണ് ബീജിംഗിൽ തുടക്കമായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും നേർക്കുനേർ വരുമ്പോൾ എന്താവും സംഭവിക്കുക? 2017 അവസാനമായി ട്രംപ് ചൈന സന്ദർശിക്കുന്നത്. അതിനുശേഷമുള്ള ഈ സന്ദർശനത്തെ ലോകമുറ്റുനോക്കുന്നത് വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈന ട്രംപിനെ സ്വീകരിക്കുന്നത് റെഡ് കാർപ്പറ്റിലാണെങ്കിലും ചൈനയുടെ മനസ്സിൽ സത്യത്തിൽ എന്തായിരിക്കും? ഈ നയതന്ത്ര ചർച്ചയിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പരിശോധിക്കാം വിശദമായി. ആദ്യം നമുക്ക് ചൈനയെക്കുറിച്ച് സംസാരിക്കാം. ചൈനയ്ക്ക് എന്തായിരിക്കും ട്രംപിൽ നിന്നും വേണ്ടത്? ഷീ ജിൻപിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യം അമേരിക്കയുമായുള്ള ബന്ധം സ്റ്റെബിലൈസ് ചെയ്യുക അഥവാ സ്ഥിരപ്പെടുത്തുക എന്നതു തന്നെയാണ്. അതിന് ചൈന മുന്നോട്ട് വയ്ക്കുന്ന 3 പ്രധാന വിഷയങ്ങൾ 3 T's എന്നാണ്. അഥവാ തായ്വാൻ, താരിഫ്, ടെക്നോളജി എന്നിവയാണത്. ഇവയിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള വിഷയം തായ്വാൻ തന്നെയാണ്. ചൈനയുടെ കാഴ്ചപ്പാടിൽ തായ്വാൻ ചൈനയുടെ ഭാഗമാണ്. പക്ഷേ തായ്വാൻ അതിനെ ഒരു പരമാധികാര രാഷ്ട്രമായിട്ടാണ് കേട്ടോ കാണുന്നത്. അമേരിക്ക ഔദ്യോഗികമായി വൺ ചൈന പോളിസി അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും തായ്വാന് ആയുധ സഹായവും സൈനിക സഹായവും അമേരിക്ക ഇപ്പോഴും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷീ ജിൻപിങ് ട്രംപിനോട് പ്രധാനമായും ആവശ്യപ്പെടുക തായ്വാന് അമേരിക്ക കൊടുക്കുന്ന ഈ പിന്തുണ അവസാനിപ്പിക്കുക എന്നത് തന്നെയാവും. അടുത്തത് താരിഫുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 18 മാസമായി അമേരിക്കയും ചൈനയും തമ്മിൽ കടുത്ത ട്രേഡ് വാറിലാണ്. ഇരു രാജ്യങ്ങളും ഇതിൽ ചില ഒത്തുതീർപ്പെത്തിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ഈ സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ചൈന ഈ ചർച്ചയിൽ ട്രംപിനോട് താരിഫിൽ ഇളവ് ചോദിക്കാൻ സകല സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ ഇറാനെ സഹായിച്ചതിൻ്റെ പേരിൽ ചില ചൈനീസ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ വിലക്ക് അവസാനിപ്പിക്കണമെന്നും ചൈന ആവശ്യപ്പെടാൻ സകല സാധ്യതയുമുണ്ട്. ഇനി ട്രംപിന് എന്താണ് ചൈനയിൽ നിന്ന് വേണ്ടതെന്നു നോക്കാം. അമേരിക്കയെ സംബന്ധിച്ച് ഈ ചർച്ചയുടെ പ്രധാന കേന്ദ്രം ഇറാൻ തന്നെയാണ്. ഇറാൻ വിഷയത്തിൽ ചൈനയുടെ സഹായം ട്രംപ് തേടാൻ സാധ്യതയുണ്ട്. ചൈനയുടെ സ്വാധീനം ഉപയോഗിച്ച് ടെഹ്റാനോട് അഥവാ ഇറാനോട് ഈ സംഘർഷം കുറയ്ക്കാനും സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് തുറക്കാനും അതുപോലെ ഒരു സമാധാന കരാറിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കാനും ട്രംപ് ഷീ ജിൻപിങ്ങിനോട് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട്. ചൈന ഇതുവരെ നേരിട്ട് ഇറാനെ വിമർശിച്ചിട്ടില്ലെങ്കിലും ഈ സംഘർഷം നീണ്ടുപോകാൻ ചൈന ആഗ്രഹിക്കുന്നില്ല. കാരണം ഗൾഫ് മേഖലയിലെ ഇൻസ്റ്റെബിലിറ്റി ചൈനയെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. ചൈന ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവാണ്. ഏതാണ്ട് 80% ഇറാന്റെ ഓയിൽ കയറ്റുമതി ചൈനയിലേക്കാണ്. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്ക ഇപ്പോൾ വലിയൊരു സമ്മർദ്ദത്തിലാണെന്ന് ചൈനയ്ക്ക് വ്യക്തമായി അറിയാം. കാരണം ഇറാൻ യുദ്ധം അമേരിക്ക വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നീണ്ടുപോവുകയാണ്. യുദ്ധച്ചിലവ് നാൾക്കുനാൾ വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോളതലത്തിൽ എണ്ണവിലയും കുതിച്ചുയരുകയാണ്. അതായത് അമേരിക്ക വീണ്ടും ഒരു പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കുരുങ്ങിക്കിടക്കുന്നുവെന്ന് സാരം. ഇത് ചൈനയ്ക്ക് തീർച്ചയായും ഒരു മേൽക്കൈ നൽകുന്നുണ്ട് കേട്ടോ. ഷീ ജിൻപിങ്ങിന് അത് വ്യക്തമായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ അമേരിക്കയേക്കാൾ മേൽക്കൈ ചൈനയ്ക്കു തന്നെയാണ്.